ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പുകാലത്തെ 7-ാം ദിവസം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം ദൈവം നമ്മോട് പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മൾ മറ്റു വ്യക്തികളോട് എപ്രകാരമുള്ള മനോഭാവമാണ് വച്ചു പുലർത്തേണ്ടതെന്ന് ഈ തിരുവചനം നമ്മളോട് പറഞ്ഞു തരികയാണ്. ദൈവം പാപത്തെ ശിക്ഷിക്കുന്ന ന്യായാധിപൻ മാത്രമല്ല, മറിച്ച് കരുണയും ദയയും കാണിക്കുന്ന സ്നേഹനിധിയായ പിതാവും കൂടിയാണ്. യേശുവിൻ്റെ അനുയായികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവമായ കരുണ പ്രാവർത്തികമാക്കുക. കരുണ കാണിക്കുക എന്നാൽ മറ്റുള്ളവരെ മുൻവിധിക്കാതെ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിദ്വേഷമൊന്നും മനസ്സിൽ വയ്ക്കാതെ ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ സൗമ്യതയോടും സഹാനുഭൂതിയോടും കൂടി ഇടപെടുക. രോഗികളെയും അശരണരെയും സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ആവശ്യമുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ നോമ്പുകാലത്ത് കരുണ കാണിക്കുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവമക്കളാണെന്ന് തെളിയിക്കുകയും അതുവഴി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്കേവർക്കും സാധിക്കുകയും ചെയ്യട്ടെ.